മലയോര മേഖലയെ സമ്പൂർണ്ണമായിട്ട് വിസ്മരിച്ചു. 10 വർഷം കൊണ്ട് 1000-ഓളം കർഷകരാണ് മലയോര മേഖലയിൽ വന്യജീവി ആക്രമണത്തിനിരയായത്. സമാനമായിട്ട് നിങ്ങൾ ഈ മത്സ്യത്തൊഴിലാളി മേഖലയെ സമ്പൂർണ്ണമായിട്ട് നിങ്ങൾ തമസ്കരിച്ചു. നിങ്ങൾ അവിടെയുള്ള മനുഷ്യരെയൊക്കെ രണ്ടാംകിട പൗരന്മാരായിട്ടാണ് നിങ്ങൾ സമീപിച്ചത്. അപ്പോഴാണ് UDF ഇവിടെ TSP STP ഒക്കെ മാതൃകയിൽ മത്സ്യത്തൊഴിലാളി മേഖലയിൽ പ്രത്യേക ഫണ്ട് വകയിരുത്തലൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട്. പൊന്നാനിയിൽ നിന്നാണ് വരുന്നത്. പൊന്നാനിക്ക് മറ്റ് വിശേഷണങ്ങൾ ആവശ്യമില്ലാത്തതിനാൽ ഞാൻ വാചാലനാവുന്നില്ല. ഞാൻ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം അത് തീർച്ചയായിട്ടും അതിലൊരു റിസൾട്ട് ഒരു അക്കാദമിക് സ്വഭാവമുള്ള ഒന്നാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം 2001 ശേഷം ഒരു ആധികാരിക വിജയം കോൺഗ്രസ് നേടിയിട്ടില്ല എന്നുള്ളൊരു ആക്ഷേപം ഉണ്ടായിരുന്നു. കോൺഗ്രസ് ഈ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന സീറ്റുകൾ നേടിയാണ് വിജയിക്കുന്നത്. അതുപോലെ തന്നെ മുസ്ലിം ലീഗും അവരുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച നമ്പറിലാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫിനിഷിംഗ് ടേപ്പ് തൊട്ടിട്ടുള്ളത്. അതിൻ്റെ ഒരു രാഷ്ട്രീയം, അത് പ്രതിപക്ഷ നേതാവ് ആയിരുന്ന ശ്രീ VD സതീശൻ അന്ന് കൃത്യമായിട്ട് സാഹചര്യങ്ങളെ മുൻനിർത്തി 100-ലധികം സീറ്റ് നേടും എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. അതിന് ആനുപാതികമായൊരു തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിൽ ഉണ്ടായത് അതൊരു അക്കാദമിക വിഷയമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് എനിക്കതിൽ പറയാനുള്ളത്, ഈ ഇടത് പൊതുബോധമാണ് UDFനെ രക്ഷിച്ചത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, കാരണം ഒരു ഇടതുപക്ഷ സ്വഭാവം എന്നത് അടിസ്ഥാനപരമായിട്ട് അതിൽ നിന്ന് വ്യതിചലിച്ച ഒരു ഭരണമായിരുന്നു കേരളത്തിൽ നടന്നിരുന്നത്. ഞാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും വിസ്താര ഭയം കാരണം ഞാൻ ഒരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം LDFൻ്റെ അല്ലെങ്കിൽ CPM ഭരണകാലത്ത് 8ഓളം മാവോയിസ്റ്റ് പ്രവർത്തകരാണ് കേരളത്തിൽ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊല്ലപ്പെട്ടത് എന്നുള്ളത് ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്കാവുന്നത് 1975 77 കാലത്തേക്കോ ഒക്കെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ്. അന്നൊരു രാജൻ നിർഭാഗ്യകരമായിട്ട് നമ്മുടെ രാജൻ അദ്ദേഹത്തിന് ദുരൂഹ സാഹചര്യത്തിൽ അദ്ദേഹം നമ്മിൽ നിന്ന് മാഞ്ഞു പോകുന്നു. അതിനെ തുടർന്ന് അതിനെതിരെ എല്ലായിടത്തും പ്രതിഷേധമുണ്ട്. പക്ഷേ ആ ഒരു സമരത്തെയൊക്കെ റൊമാൻറ്റിസൈസ് ചെയ്തുകൊണ്ട് വിലാപഗീതികൾ ചമച്ച് വർഷങ്ങളോളം രാഷ്ട്രീയ മൂലധനമാക്കി രാഷ്ട്രീയത്തിൻ്റെ ഉയർന്ന പദവികളിലേക്ക് കടന്നു വന്നവർ മുഖ്യ പദവികളിലിരിക്കുന്ന ഒരു കാലത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ 8 പേര് പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊല്ലപ്പെട്ടതിനെ കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണം എന്നൊരു ആവശ്യം ഉന്നയിച്ചതിന് അന്ന് 90 വയസ്സ് കഴിഞ്ഞ ഗ്രോവാസുവിനെ വരെ പോലീസുകാർ ഒന്നടങ്കം സാക്ഷി പറഞ്ഞ് ജയിലിൽ കയറ്റുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ ഒരു ഇടത് പൊതുബോധം സമ്പൂർണ്ണമായിട്ട് CPMനെയും കഴിഞ്ഞ LDF സർക്കാരിനെയും കൈയൊഴിഞ്ഞിരുന്നു. ആ പൊതുബോധമാണ് UDFൻ്റെ രക്ഷക്കെത്തിയത്, അല്ലെങ്കിൽ ഇത്ര വലിയൊരു വിജയമുണ്ടാക്കിയത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഈ മലബാറിനെ സംബന്ധിച്ചിടത്തോളം മലബാറിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ എല്ലാ കാലത്തും CPMനെ പിന്തുണക്കുന്നൊരു വിഭാഗമുണ്ട്. അതൊരു ചെറു വിഭാഗമാണെങ്കിലും എല്ലാ കാലത്തും ഉണ്ട്. അവിടെ മുസ്ലിം ലീഗും കോൺഗ്രസും UDF ഒക്കെ ശക്തമാണെങ്കിൽ പോലും അവിടെ ഒരു പിന്തുണക്കുന്നൊരു വിഭാഗമുണ്ട്. ആ വിഭാഗവും ഇവിടെ CPMനെ കൈയൊഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പാണ്. അത് ന്യൂനപക്ഷ വിഭാഗം എന്ന് പറയുമ്പോൾ അതിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉൾപ്പെടും. അവരും CPMനെ കൈയൊഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ തവണ കണ്ടത്. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ഈ CPM ആയിരുന്നു അല്ലെങ്കിൽ ആകും ഒരു ഫാസിസ്റ്റ് വിരുദ്ധ വിഷയങ്ങളിൽ മുമ്പിലുണ്ടാവുക എന്നൊരു തെറ്റിദ്ധാരണ ഒരു വിഭാഗം ന്യൂനപക്ഷങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. കാരണം അത് പലപ്പോഴും ഈ തെരുവ് സംഘടനകളിലൂടെ CPMന് ഒരു മേൽക്കൈയുണ്ട് എന്ന അതൊരു മോശമായ പ്രവണതയാണെങ്കിലും അങ്ങനെയൊക്കെ ജനങ്ങൾ ചിന്തിച്ച് വശായതിൻ്റെ ഭാഗമായിട്ട് CPM മികച്ചതാണ് എന്ന് കരുതി വശായ വലിയ വിഭാഗമുണ്ടായിരുന്നു. അവരൊക്കെ സമ്പൂർണ്ണമായിട്ട് CPMനെ കൈയൊഴിഞ്ഞു. നമുക്ക് മനസ്സിലാവാത്ത കുറേ കാര്യങ്ങളായിരുന്നു ആ ഭരണത്തിലൊക്കെ നടന്നത്. മലപ്പുറം ജില്ലയിൽ 15,000-നടുത്ത് കേസ് മാത്രം ഉണ്ടായിരുന്നൊരു ജില്ല, പെട്ടെന്നൊരാൾ വന്ന് ഹോം മിനിസ്റ്ററെ അങ്കിളെന്ന് വിളിക്കുന്ന സ്വാതന്ത്ര്യമുള്ള ഒരാൾ വന്നിട്ട് 3 ഇരട്ടി വർദ്ധിപ്പിച്ച് 500,000 മുകളിലേക്ക് കയറ്റിവിടുന്ന കാഴ്ച. റോഡരികിൽ നിൽക്കുന്ന ഒരു താമിർ ജിഫ്രി എന്ന ചെറുപ്പക്കാരനെ തല്ലിക്കൊന്ന് വലിച്ചെറിഞ്ഞിട്ട് ഒരു പ്രതികരണവും ഇല്ലാത്ത അവസ്ഥ. ഇങ്ങനെ പോലീസിങ്ങിനെ കുറിച്ച് വ്യാപകമായ സംശയങ്ങൾ ആ കാലത്ത് നിലനിന്നിരുന്നു. അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പരസ്യമായിട്ട് വിഷം ചീറ്റുന്ന ആളുകൾക്കെതിരെയൊക്കെ മൃദു സമീപനം പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം. അതിന് CPMകാർക്ക് പോലും ഉത്തരമില്ല. ആ പ്രതികരണമാണ് അതിലൊക്കെ നിഴലിച്ചത്. അതുപോലെ കേരളത്തിലെ 2 പ്രബല ന്യൂനപക്ഷ സമുദായങ്ങളെ പരസ്പരം തമ്മിലടിപ്പിക്കാൻ വേണ്ടി ബോധപൂർവമായ ശ്രമങ്ങൾ ചില കുൽസിത ശക്തികളൊക്കെ നടത്തി രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുമ്പോൾ അതൊക്കെ നടക്കുന്നെങ്കിൽ നടക്കട്ടെ,
അതിൻ്റെ ആദ്യ ഗുണഭോക്താവ് തങ്ങളാണല്ലോ എന്ന് ലാഭേച്ഛയിൽ ചിന്തിച്ച് ആശയം മറന്ന CPM-നെയൊക്കെ വളരെ കൃത്യമായിട്ട് അത്തരം ആളുകളൊക്കെ കൈയൊഴിഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് CPM ഇത്തരത്തിൽ പരാജയപ്പെട്ടത്. ഒരുപക്ഷെ ഒരു 20 കൊല്ലം മുമ്പത്തെ ഒരു രാഷ്ട്രീയത്തിലൊന്നും നമുക്ക് സ്വപ്നം കാണാൻ പോലും കഴിയില്ലായിരുന്നു തൃക്കരിപ്പൂരും പയ്യന്നൂരും തളിപ്പറമ്പൊക്കെ CPM തോൽക്കുന്നത്. അതൊക്കെ സംഭവിക്കുന്ന CPM-ന് അങ്ങനെ ഒരു കുത്തക സീറ്റൊന്നും കേരളത്തിൽ ഇല്ല എന്ന് ബോധ്യം വന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു. തീർച്ചയായിട്ടും അത് CPM അതിനകത്തൊരു കമ്മ്യൂണിസം ചോർന്നു പോയതാണ്. തീർച്ചയായിട്ടും ആ ഒരു ഇടത് പൊതുബോധവും ഇത്തരത്തിലുള്ള വലിയ പിന്തുണക്കുന്ന വിഭാഗങ്ങളുമൊക്കെയാണ് ഇവിടെ UDF-നെ ഇത്തരത്തിലുള്ള വലിയ വിജയത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ സ്വാഭാവികമായിട്ടും ഭരണം സമ്പൂർണ്ണ പരാജയമായിരുന്നു. ആരോഗ്യരംഗത്താണെങ്കിൽ ചികിത്സാ പിഴവുകളുടെ ഘോഷയാത്ര, തകർന്നു വീഴുന്ന കെട്ടിടങ്ങൾ, വിദ്യാഭ്യാസ രംഗം എടുത്താൽ ഇവിടെ വൈസ് ചാൻസലർമാർ യൂണിവേഴ്സിറ്റികളിലില്ല, കോളേജുകളിൽ പ്രിൻസിപ്പാൾമാരില്ല. അതുപോലെ തന്നെ വിലക്കയറ്റ സൂചികയിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് കേരളമാണ് നമ്പർ 1. സമാനമായിട്ട് നമ്മുടെ അഴിമതി കഥ പലതും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ശബരിമല ക്ഷേത്രമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു അഴിമതിയൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു കേരളത്തിൻ്റെ ആ ഒരു പൊതുബോധത്തിനും അതിൻ്റെ ഒരു അന്തസ്സിനും ആഭിജാത്യത്തിനും ഒക്കെ ഉള്ള വലിയൊരു പരിക്കായിരുന്നു അത്. അത്തരത്തിൽ ഒരുപാട് അക്ഷന്തവ്യമായ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഈ മലയോര മേഖലയെ സമ്പൂർണ്ണമായിട്ട് വിസ്മരിച്ചു. 10 വർഷം കൊണ്ട് 1000-ഓളം കർഷകരാണ് മലയോര മേഖലയിൽ വന്യജീവി ആക്രമണത്തിന് ഇരയായത്. സമാനമായിട്ട് നിങ്ങൾ ഈ മത്സ്യത്തൊഴിലാളി മേഖലയെ സമ്പൂർണ്ണമായിട്ട് നിങ്ങൾ തമസ്കരിച്ചു. നിങ്ങൾ അവിടെയുള്ള മനുഷ്യരെയൊക്കെ രണ്ടാംകിട പൗരന്മാരായിട്ടാണ് നിങ്ങൾ സമീപിച്ചത്. അപ്പോഴാണ് UDF ഇവിടെ TSP STP ഒക്കെ മാതൃകയിൽ മത്സ്യത്തൊഴിലാളി മേഖലയിൽ പ്രത്യേക ഫണ്ട് വകയിരുത്തലൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. ഇവിടെ അവശ്യ ക്രൈസ്തവരെ, അതുപോലെ തന്നെ ദളിത് ആദിവാസികളെ, മൺപാത്ര നിർമ്മാണക്കാരെ, അതുപോലെ തന്നെ വിശ്വകർമ്മജരെ, ഇങ്ങനെയുള്ള മത്സ്യത്തൊഴിലാളികളെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിലൊക്കെ അവസര സമത്വത്തിന് വേണ്ടി കമ്മീഷൻ രൂപീകരിക്കുന്ന, ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിൽ സയന്റിഫിക് ടെമ്പർ പ്രചരിപ്പിക്കുന്ന, ഗാന്ധിയൻ ഫിലോസഫി പഠിപ്പിക്കുന്ന, രോഹിത് വെമുലയ്ക്ക് വേണ്ടി ജാതി വിവേചനത്തിനെതിരെ കലാലയങ്ങളിൽ നിയമമുണ്ടാക്കുന്ന, വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഓംബുഡ്സ്മാൻ കൊണ്ടുവരുന്ന ഇത്തരത്തിൽ നൂതനമായ കുറേ കാര്യങ്ങൾ ഈ സാമൂഹിക മുന്നേറ്റത്തിന് ആനുപാതികമായി മുമ്പോട്ട് വെച്ചപ്പോഴാണ് നിങ്ങളെ കാലങ്ങളായിട്ട് പിന്തുണച്ചിരുന്ന വിഭാഗങ്ങളൊക്കെ UDF-നെ പിന്തുണക്കാൻ മുന്നോട്ട് വന്നത്. തീർച്ചയായിട്ടും വളരെ ഒരു ക്ലേശകരമായ കാലത്തിലൂടെയുള്ളൊരു പ്രതിപക്ഷ യാത്രയായിരുന്നു കഴിഞ്ഞ 5 വർഷത്തെ യാത്ര എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ VD സതീശൻ ഇനി മുഖ്യമന്ത്രി ഊഴമൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയത്തെ ആരെങ്കിലും വീക്ഷിക്കുകയാണെങ്കിൽ അദ്ദേഹം ഏറ്റവും ശ്രദ്ധേയമായ സംഭാവന കേരള രാഷ്ട്രീയത്തിന് നൽകിയത് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന 5 വർഷക്കാലമാണ് എന്ന് പറയേണ്ടി വരുമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇവിടെ വളരെ മോശമായൊരു കാലത്തായിരുന്നു ഇത്തരത്തിലുള്ള വർഗീയ വിഭജനത്തിന് ആനുപാതികമായിട്ട് CPM-ഉം കേരള സർക്കാരും വരെ ചിന്തിക്കുന്ന ഒരു കാലത്ത് അതിനെതിരെ ശക്തമായ നിലപാടെടുത്ത്, വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ നിലപാടെടുത്ത്, വംശീയ വിരുദ്ധ പരാമർശങ്ങൾക്കെതിരെ നിലപാടെടുത്ത് വളരെ ക്ലേശകരമായി ഈ വർഗീയതയെ ചെറുക്കുന്ന രാഷ്ട്രീയം, ഒരു മെറിറ്റോറിയസ് ആയ രാഷ്ട്രീയം ഇവിടെ നടപ്പിലാക്കി 5 കൊല്ലമാണ് കഴിഞ്ഞു പോയത്. അതിൻ്റെ ഒരു ഗുണഫലമാണ് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് ഫലം. ഇനിയും ഇത്തരത്തിലുള്ള ഗുണഫലങ്ങളെ ചേർത്ത് പിടിച്ച് നന്മയിൽ പ്രതിപക്ഷ ഭരണപക്ഷ ഭേദമില്ലാതെ സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പുതുയുഗ കേരളം പുറവെടുക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു.